എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ മനോഹരമായ വ്യൂ പോയിന്റുകളിലൊന്നായ ഇല്ലിക്കൽ കല്ലാണ് കേട്ടോ. നമ്മളിതേ ഇല്ലിക്കക്കല്ല് കാണാനായിട്ട് പോകുന്നതിന് ഇടയിൽ വഴിയിൽ കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കല്ലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാനായിട്ട്. മുകളിൽ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഇങ്ങനെ ഒഴുകി സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചാടുന്നുണ്ട്. അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ കാട്ടുചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. സംഭവം മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന വഴിക്ക് ഇതേ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഒരു വ്യൂ പോയിന്റ് പോലെ കണ്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഒരു മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വേരുകൾ താഴേക്ക് പൊങ്ങി കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദേ നേരെ ഇനി ആ ഒരു വ്യൂ പോയിന്റും കൂടെ കാണാം. ഇവിടെ ദേ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡ്. അത്യാവശ്യം നല്ല താഴ്ചയുള്ളൊരു സ്ഥലമാട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. മലയുടെ ഇടകളിൽ കൂടെ ഒക്കെ ഫുള്ള് മഞ്ഞ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കൂടെ വഴിയിൽ വണ്ടിയൊക്കെ പോകുന്നത് കാണട്ടെ. ഇതിനിടയിൽ കൂടെ റോഡുണ്ട്. നല്ല താഴെ നമുക്ക് ഇതേ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഇടകളിൽ കൂടെ വീടുകളുണ്ട്. ദേ നോക്കും ആ റോഡ് ഇങ്ങനെ കയറി അതിലേ പോകുന്നു. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് മഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ടേ. നമുക്ക് ദേ ഇവിടെ നോക്കിയാൽ നമ്മുടെ കല്ലുവാഴയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ദേ ഒരെണ്ണം കൊലച്ച് പോയി. താഴെ അടുത്തത് വലുതായി വരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ദേ നിറച്ചും കല്ലുവാഴകൾ. കൊള്ളാലേ. മഞ്ഞുള്ളപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. വ്യൂ പോയിന്റിൽ നിർത്തിയപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ തേങ്ങ ബർഫികൾ 2 സംഭവം. ഇത് നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ആണ്. ഇത് സാധാരണ തേങ്ങയുടെ ഒരു ടേസ്റ്റും. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിതിൽ പോകുന്ന വഴി കൂടെ മൊത്തം വെള്ളച്ചാട്ടമാട്ടോ. അതെ വഴിയിലൊക്കെ ഇടയിലിടയിൽ ഓരോരോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാം. നമ്മളിവിടേക്ക് വരാനായിട്ട് മുട്ടം ഈരാറ്റുപേട്ട വഴി വന്ന് കാഞ്ഞിരംകവലയിലെത്തി അവിടുന്ന് മുകളിലേക്ക് ലെഫ്റ്റ് തിരിഞ്ഞുള്ള വഴിയിലൂടെ കയറി വന്നിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഒരു ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ഇലവീഴ പൂഞ്ചിറ കണ്ടതിന് ശേഷം അവിടെ നിന്നാണ് കേട്ടോ ഇവിടേക്ക് എത്തിയേക്കുന്നത്. ഇങ്ങടാണോ? അങ്ങനെ തിരിഞ്ഞ് താഴേക്ക് പോയ വാഗമണാണ് കേട്ടോ. അവിടെ ഗേറ്റ് കൊണ്ട് വെറുതെ എല്ലാവരും 8:30 തുറക്കാന്ന് പറഞ്ഞു. അടച്ചു പൂട്ടുമായിരിക്കും. അതേ നമ്മൾ ഇല്ലിക്കക്കല്ലിന്റെ ലാസ്റ്റ് വളവ് തിരിഞ്ഞ് ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി നമുക്ക് കാറും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് അവിടെ നിന്ന് ഒന്നെങ്കിൽ അവരുടെ ജീപ്പ് എടുത്ത് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നടന്നു പോകണം. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 100 മീറ്ററിൽ നമ്മുടെ വണ്ടിയിലുള്ള പോക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡാക്കാം. ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ, നേരിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും. നമ്മളിത് ഇവിടെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കോട കയറി വരുന്നുണ്ട് കേട്ടോ. മലയുടെ മുകളിലേക്ക് അതിങ്ങനെ കയറുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സംഭവങ്ങള്. ഇനി ദേ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ജീപ്പൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടെ നമ്മളതിന്റെ മണ്ട ചിലവ് കണ്ണ് കാണോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജീപ്പൊക്കെ എടുത്ത് കയറി പോവാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നടന്നു പോവാം. ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് കയറി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ജീപ്പ് വേണോ നടക്കണമെന്ന് നോക്കാം. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ലോക്ക് ചെയ്തോ. ഇതിങ്ങനെ തന്നെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. വലിയൊരു പാറ, ഇങ്ങനെ വലിയൊരു പാറ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അതിലേക്ക് ഇങ്ങനെ കോട എന്താ പറയുക, നമ്മളിങ്ങനെ പുകയൊക്കെ കയറി വരുന്ന പോലെ കോട ഇങ്ങനെ ആ ഒരു കല്ലിന്റെ മുകളിലേക്ക് കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് പതുക്കെ നടന്നു തുടങ്ങാം. മിക്കവാറും വണ്ടി എടുത്ത് പോകേണ്ടി വരും. നടക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും പോയി നോക്കട്ടെ. നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇതിനകത്ത് എൻട്രി കൊടുത്തേക്കുന്നത്. ഈ ചേട്ടന്മാർ നമ്മളെ കൂടെ വന്നതാട്ടോ. നമ്മൾ 2 വണ്ടിക്ക് വന്നേ. നമ്മൾ ഇതിന് മുന്നത്തെ സ്ഥലത്ത് പോയപ്പോൾ ഇവരുടെ കൂടെ ആയിട്ട് നമ്മൾ ജീപ്പൊക്കെ ഷെയർ ചെയ്തത്. നോക്കി ഇവിടുത്തെ ജീപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഈ ചേട്ടന്മാരുടെ ജീപ്പ് എടുത്തിട്ട് പോവാം. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഇത് ഇവിടുന്ന് വേറെ ജീപ്പാണ് കേട്ടോ. ഇങ്ങനെ കോട ഇതിങ്ങനെ കയറി വരുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്.
അതേ നമ്മൾ ജീപ്പൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കയറാൻ പോകാൻ കേട്ടോ. നടന്നു പോകാൻ വയ്യതുകൊണ്ട് നമ്മൾ ജീപ്പിനാണ് കയറി പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമ്മളിങ്ങനെ ജീപ്പിൽ പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നടന്നാണെങ്കിലും കയറി പോകാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ജീപ്പിൽ മുകളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ജീപ്പിൽ തന്നെ താഴേക്ക് കൊണ്ടുവന്നാക്കും കേട്ടോ. ജീപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കപ്പോൾ അതിൽ കയറി ഇങ്ങനെ താഴേക്ക് വരാവുന്നതാണ് കേട്ടോ. നമ്മൾ വന്ന വണ്ടി ഇതേ നമ്മളിവിടെ ഇറക്കിയിട്ട് വണ്ടി താഴേക്ക് തന്നെ പോകാൻ കേട്ടോ. ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണെ. നമുക്ക് 59 രൂപയാണ് കേട്ടോ മൊത്തം ചാർജ് വരുന്നത്. 20 രൂപ ഇവിടേക്ക് കയറാനായി. നമ്മളിത് ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയിട്ട് നമുക്കിനി ഇവിടുന്ന് നടന്ന് വേണം കയറി പോകാനായിട്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മുകളിൽ നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഒരു വ്യൂ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. നമുക്കിനി ഇതേ ആ ഒരു കുന്നിൻ്റെ മണ്ട വരെ കയറി പോകാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ട വരെ നമ്മൾ നടന്ന് കയറി പോകണം. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു കുന്നും അവിടേക്കുള്ള ആ ഒരു കോട കയറുന്നതൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് പാസ് വരുന്നത് 59 രൂപയാണ് കേട്ടോ, വണ്ടി അടക്കം. അതായത് വണ്ടിക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാക്കും, ഇവിടെ നിന്ന് തിരിച്ചതുപോലെ താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് 59 രൂപയാണ് ആകെ ചാർജ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങാം കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. നടന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ വരെ എത്തണം. സൈഡിലൊരു കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പിടിച്ച് നമുക്ക് കയറി പോകാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ 5000 രൂപ പിഴ അടയ്ക്കുന്നൊക്കെ കൊണ്ട് അവരിവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി തുടങ്ങാം. നമ്മളങ്ങനെ വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മുടെ യാത്ര തുടങ്ങിയെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കയറി പോവാണ്. വേറെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതുപോലെ ഓംലേറ്റ് ചായയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് കഴിച്ച് കയറി പോവാണ് കേട്ടോ. ഓംലേറ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു നീല കളറിൽ പൂക്കൾ നിൽക്കുന്നതാണ്. നീലക്കുറിഞ്ഞൊന്നല്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ദേ നമ്മുടെ കുന്ന് കയറുവാണേ. മൊത്തം കല്ലും കട്ടയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതൊക്കെ വലിഞ്ഞ് കയറി കിട്ടാൻ മുകളിലോട്ട് എത്താൻ കേട്ടോ. സൈഡിൽ കൈവരിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇത് പിടിച്ച് കയറാട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അല്ലേ ഇങ്ങനെ കയറിപ്പോ നമ്മളിത് ഇതിൻ്റെ ഒരു പകുതി ഭാഗം കയറി എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ചെറുതായിട്ട് നമുക്ക് ഇന്നൊന്ന് കാണാനായിട്ടുള്ള ചെറിയൊരു സ്ഥലം ഇവരിങ്ങനെ വേലിയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടേ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും മൊത്തം കോടയാട്ടോ. നമുക്കൊന്നും താഴെ ഒന്നും കാണാൻ പറ്റത്തില്ല, നിറച്ചു മഞ്ഞാണ് കേട്ടോ. മുഴുവൻ നല്ല കാറ്റടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കുക. ഭയങ്കരമായിട്ട് മടുക്കത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ വരെ കയറുമ്പോഴത്തേക്കും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിടയ്ക്ക് കുറച്ച് ഓടിയൊക്കെ കയറുന്നതുകൊണ്ട് മടുക്കുന്നത്. ഇവിടെ വരെ കയറാനായിട്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരൊറ്റ കുത്ത് കയറലാണേ. ഇനി നമുക്കതും കൂടെ ഒന്ന് കയറി മുകളിലേക്ക് എത്തിയാലാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇല്ലിക്കൽക്കല്ലിൻ്റെ വ്യൂവിലേക്ക് നമ്മൾ എത്താം. അപ്പം നമുക്കിത് കൂടെ കയറി പോവാം. അങ്ങനെ അതേ അവസാനം നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഒരു ഇല്ലിക്കൽ കല്ല് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വന്ന സമയത്ത് നല്ലോണം ക്ലിയർ ആയിരുന്നു, പക്ഷേ പിന്നീട് കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ വന്ന് ഇറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കാണത്തില്ലായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കോടയായിരുന്നു. പിന്നെ അതിങ്ങനെ ഓരോ കാറ്റിനനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുവാണേ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എന്താ പറയുക, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു കൊടുമുടി എന്ന് പറയുന്നത് കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ഒരു കൊടുമുടിയും അല്ലെങ്കിൽ ഇതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ പുരാതന ഔഷധ സസ്യമായിട്ടുള്ള നീല കൊടുവേലി ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൊടുമുടിയിൽ നിന്ന് അതിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ മീനച്ചിലാറൊക്കെ തുടക്കം കുറിക്കുന്നതും എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നരകപാലം. അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ആ ഒരു കല്ലിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് വളരെ ചെറിയ അരയടി വീതിയിലുള്ള ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തിന് നരകപാലം എന്നാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ആളുകൾ അവിടുന്ന് താഴേക്ക് വീണ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതും അതുപോലെ തന്നെ ഇതിന് നരകപാലം എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മളിതേ ഇവിടെ ഇല്ലിക്കക്കല്ല് കാണാനായിട്ട് വന്ന് കയറുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് വന്നിട്ട് മൂടിയിട്ട് നമുക്കിപ്പോൾ അവിടെ ഒരു കല്ലിൻ്റെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് നമുക്ക് ആ പാലത്തിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒട്ടും കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. എത്ര സമയം എടുക്കുന്നത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. നമ്മൾ ഏകദേശം സമുദ്രത്തിൻ്റെ ഒരു 4000 അടി 3500-4000 അടി ഉയരത്തിലാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത്. അതേ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ട് അതിൻ്റെ മുൾഭാഗം തെളിഞ്ഞ് വരുന്നുണ്ട്. കാറ്റടിക്കുന്നതിനനുസരിച്ച് കോട വന്ന് മൂടും അതുപോലെ തന്നെ ക്ലിയർ ആവുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ പതുക്കെ മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. സംഭവം നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ല് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം നമുക്ക് അവിടെ അങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു. അതുപോലെ മൂടിയൊക്കെ വരുന്നത് നമുക്ക് നല്ല കട്ട മഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് 11 മണിയായിട്ടുണ്ട് ടൈം. 11 മണിയായിട്ടുണ്ട്. പകൽ 11 മണി സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് ഇത്രയും മഞ്ഞ് ഇവിടെ കയറുന്നത്. നമ്മുടെ കല്ല് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയി വരുന്നുണ്ട്. സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വന്ന് കാണാനായിട്ടൊരു നല്ലൊരു കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നൊരു സ്ഥലമാണ് കേട്ടത്. അങ്ങനെ ഇവിടെ അധികം തിരക്കായിട്ട് വരത്തില്ല, കാരണം ആളുകൾ വന്ന് കണ്ടുപോവാണ്. നമ്മുടെ കല്ല് നല്ലോണം ക്ലിയർ ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മളത് കുറച്ച് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ കാണാൻ പറ്റും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം മഞ്ഞ് കാറ്റ് വരുന്നതിനനുസരിച്ച് വന്ന് ഫില്ലാവുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂവും കൂടെ കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ആദ്യം വന്ന സമയത്ത് നല്ലോണം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടോ. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്കിനി വീഡിയോയും കൂടെ എടുക്കാനായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ഒരുപാട് ആൾക്കാർ ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ആളുകൾ ഇവിടെ വന്ന് കണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ പോവുകയാണ്. ഭയങ്കര തിരക്കൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യത്തില്ല, കാരണം ഇവിടേക്ക് കയറി വരാനുള്ള ഒരു ഡിസ്റ്റൻസും അതിനിടയിൽ 1-2 സ്ഥലങ്ങളിൽ അവർ കാണാനായിട്ടുള്ള ഒരു സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കൊണ്ട് ആളുകൾ ഇങ്ങനെ പല ഭാഗത്തേക്ക് സ്പ്രെഡായി നിൽക്കുന്നതുകൊണ്ട് അധികം തിരക്കില്ല. പിന്നെ നമ്മൾ വന്നേക്കുന്നത് ഒരു വർക്കിംഗ് ഡേയിൽ ആയതുകൊണ്ടും കൂടിയാണ് കേട്ടോ. വീക്കെൻഡിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ആകുമ്പോൾ ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും. ഇട ദിവസമായിട്ട് അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു വ്യൂ കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങാനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ മഞ്ഞ് കാരണം എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ നല്ലോണം മഞ്ഞ് വന്ന് ആകെ മൂടിയേക്കുവാണെങ്കിൽ കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ദേ കാണുന്ന ആ ഒരു റോട്ടിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. നമ്മൾ ജീപ്പ് കയറി വരുന്ന ആ ഒരു റോഡായിട്ടാണ് കാണുന്നത്. ആ ഒരു ചെറിയൊരു ഷെഡുകളൊക്കെ പോലെ കാണുന്ന അവിടം വരെ നമുക്ക് ജീപ്പ് വരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നു വരുവാട്ടോ ചെയ്യുന്നത്. അതിനിടയിലുള്ള ആ ഒരു 2 സ്ഥലങ്ങളിൽ നമുക്ക് വ്യൂ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നിന്ന് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലെത്തിയിട്ട് നമുക്ക് ഈ ഒരു കല്ലിൻ്റെ വ്യൂവും കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ നിന്നിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഒറ്റ കല്ലായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ താഴെ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കല്ലിൻ്റെ സെപ്പറേഷൻ മനസ്സിലാവട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ചെന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ കോട കാരണം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. നമ്മളിത് കുറച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കോടയൊക്കെ ഒന്ന് മാറി ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കല്ലിൻ്റെ രണ്ടിൻ്റെ നല്ല അത്യാവശ്യം അവിടെ നിന്നപ്പോൾ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. കല്ല് നല്ല ക്ലീൻ ആയിട്ട് കാണാനായിട്ട് പറ്റും. കണ്ട 2 കല്ല് ഇപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു കല്ല് നല്ല കൂണിൻ്റെ ഷേപ്പിലിരിക്കുന്നത് കൊണ്ട് അതിന് കുടകല്ലെന്നും മറ്റേതിന് കൂനൻ കല്ലെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ 2 കല്ലുകൾ കേട്ടോ.
അടുത്തടുത്ത് നിൽക്കുന്നത്. നമ്മൾ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒരു കല്ല് പോലെ തോന്നും. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും കോടയൊന്ന് നീങ്ങിയപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണിച്ചത് കേട്ടോ. കാരണം എപ്പോഴും ഇനി വീണ്ടും ഫില്ലാവുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ വിശേഷങ്ങൾ. ഇനി വേറൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.